അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള ഉസ്താദുമാർ, പണ്ഡിതന്മാർ, സഹോദരന്മാർ, സഹോദരികളെ, ഖുതുബുൽ അഖ്താബ് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ പേരിലുള്ള റാത്തിബിൻ്റെ മജ്ലിസിലാണ് നമ്മളുള്ളത്. അള്ളാഹു ആ വലിയ മഹാൻ്റെ മദദ് നമുക്ക് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ അവിടുത്തെ മുരീദന്മാരിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ മദദോടെ ഈമാനോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റാത്തിബിൻ്റെ തുടക്കം മുതലുള്ള കഥകൾ നിങ്ങൾ കേട്ടു. മഹാനായ വടക്കൻ പോകരയിലെ ഒരു പാപ്പ തുടങ്ങി വെച്ച ഈ സംരംഭം പാറാളിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഉണ്ട്. ചിലയിടത്തൊക്കെ ഞാൻ പലപ്പോഴും പങ്കെടുത്തിട്ടുമുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഈ ഒരു രൂപത്തിലുള്ള അസറുകൾ, ഫലങ്ങൾ ബാഹ്യത്തിൽ കാണാറില്ല എന്നാണ് കേൾക്കുന്നത്. ഇത്തരം ആളുകൾ കൂടാറുമില്ല. ഇപ്പം നമ്മളിപ്പോൾ കോവിഡ് കൊണ്ട് ആളുകൾക്ക് സമ്മതം കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയത്. എന്നാൽ ആയിരക്കണക്കിന് ആളുകൾ ഈ പള്ളിയുടെ എല്ലാ തട്ടുകളിലും നിറയുന്ന അനുഭവമാണ് ഇതുവരെ നമുക്കുണ്ടായിരുന്നത്. സമ്മതമില്ലാത്തത് കൊണ്ട് ഓൺലൈനായി അവർ കേൾക്കുകയാണ്, പങ്കെടുക്കുകയാണ്. ബൊഗരയിലെ പാപ്പ തന്നെ സ്ഥാപിക്കുകയും അവർ തന്നെ നേതൃത്വം കൊടുക്കുകയും ചെയ്ത ജിലാനി പാപ്പാക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു മജ്ലിസായാണ് നമ്മളിതിനെ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ വലിയ സ്ഥാനം അള്ളാഹു താല നൽകിയ ഒരു മഹാനാണ് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ. ത്വരീഖത്തിൻ്റെ മശായിഖ് കണക്കറ്റുണ്ട്. ഇഷ്ടം പോലെ അവരെ സംബന്ധിച്ച് കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരാലും പ്രകീർത്തിക്കപ്പെട്ട ഒരു വലിയ ലോകമാണ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ. എത്രത്തോളം മഹാനായ അഫീഫുദ്ദീൻ അബ്ദുല്ലാഹിൽ ആഫി തങ്ങൾ ഖുലാസത്തുൽ മഫാഖിർ ഫി ഇഖ്തിസാരി മനാഖിബ് ശൈഖ് അബ്ദുൽ ഖാദിർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. അതിനെ ഫുയൂലാത്തുർ റബ്ബാനിയിലേക്ക് ഉദ്ധരിച്ചിട്ടുമുണ്ട്. സ്വഹാബത്തിൻ്റെ ശേഷം വന്ന മഹാന്മാരിൽ ഏറ്റവും ഉത്തമർ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളാണെന്നാണ് അതിൽ രേഖപ്പെടുത്തുന്നത്. വിഷയം തർക്കമുള്ള കാര്യമാണ്. തർക്കമുണ്ടോ ഇല്ലേ എന്നതല്ല, ഇങ്ങനെ പറയാൻ മാത്രം ജീലാനി തങ്ങൾ ഉയർന്നിരിക്കുന്നു. ഇതാണ് നമുക്കതിൽ നിന്ന് പഠിക്കാനുള്ളത്. ആരൊക്കെയാണ് സ്വഹാബത്തിൻ്റെ ശേഷം കഴിഞ്ഞത്? എന്നിട്ട് ജീലാനി തങ്ങൾക്ക് കൊടുത്തൊരു സ്റ്റേജ്, അത് അവരെ പറ്റി പഠിച്ചു കൊടുത്തതാണ്. അബ്ദുല്ലാഹിൽ യാഫി തങ്ങൾ തന്നെ 2 ഗ്രന്ഥം ജീലാനി തങ്ങളെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. മഹാനായ യാഫി തങ്ങളെ സംബന്ധിച്ച് പറയണ്ടല്ലോ. തസവൂഫിൻ്റെ രംഗത്ത് വലിയ സേവനം ചെയ്തവരാണ്, വലിയ ചരിത്രകാരനാണ്. മിർആത്തുസ്സമാൻ അവിടുത്തെ ഗ്രന്ഥമാണ്, 4 വാള്യമുള്ള ചരിത്ര ഗ്രന്ഥം. തസവൂഫിൽ അവിടുന്ന് ചെയ്ത സേവനങ്ങൾ നിസ്തുല്യമാണ്. ഇർഷാദുൽ യാഫി പ്രസിദ്ധ ഗ്രന്ഥമാണ്. ഇർഷാദുൽ യാഫിയും റൗലുർ റയാഹീൻ ഫി ഹികായാത്തി സ്വാലിഹീൻ എന്ന കിതാബൊക്കെ ലോകത്ത് വലിയ സ്ഥാനം ലഭിച്ച കിതാബുകളാണ്. ആ റൗലുർ റയാഹീൻ എന്ന കിതാബിൻ്റെ
പൂർത്തീകരണമായി തക്മിലയായി എഴുതിയതാണ് ഖുലാസത്തുൽ മഫാഖിർ. അതുകൊണ്ട് തന്നെ ചിലരുടെ ഇടയിലൊക്കെ അതിന് തക്മില എന്ന് പറയപ്പെടുന്നു. സന്നഫ്തുഹു തക്മീലത്തൻ ലി കിതാബി റൗലിർ റയാഹീൻ എന്ന് ഖുലാസയുടെ മുഖവിരയിൽ പറയുന്നു. ഈ തക്മിലയാണ് മഹാനായ ഖാളി മുഹമ്മദ് തങ്ങൾക്ക് വഹീദിമാല രചിക്കാനുള്ള നിദാനമാക്കിയ ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥം. അവർ ചൊന്ന ബൈത്തിന്നും ബഹ്ജ കിതാബിന്നും അങ്ങിനെ തക്മീല തന്നിന്നും കണ്ടോവർ. അവർ ചൊന്ന ബൈത്തിൽ നിന്ന്, ജീലാനി തങ്ങൾ ചൊല്ലിയ ഖസീദകളിൽ നിന്നും, ബഹ്ജ എന്ന കിതാബിൽ നിന്ന്, അസ്ഹർ, ഈജിപ്തിലെ അസ്ഹർ കോളേജിലെ ഖുറാഇൻ്റെ ഷെയ്ഖായിരുന്ന വലിയ പണ്ഡിതനാണ് അലി ഷതുനൂഫി തങ്ങൾ. ഇമാം സയൂത്തി അവിടുത്തെ ഹുസ്നുൽ മുഹാദറ ഫീമൻ ആഷ ഫി മിസ്ര വൽ ഖാഹിറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 2 വാള്യമുള്ള മിസ്റിൻ്റെയും കൈറോവിൻ്റെയൊക്കെ ചരിത്രമാണ്. അതിൽ സയൂത്തി ഇമാം ഈജിപ്തുകാരനാണ്. അവരെഴുതുകയാണ് അലി ഷതുനൂഫിയെ സംബന്ധിച്ച് ഈ കിതാബിൽ, കാന ഷെയ്ഖൽ ഖുറാഇ ബിൽ അസ്ഹർ തകാഥറത്ത് അലൈഹി ത്വലബ. വലിയ പണ്ഡിതനായിരുന്നു മഹാനായ അലി ഷതുനൂഫി തങ്ങൾ. അവരുടെ വളരെ പ്രധാനപ്പെട്ട കൃതിയാണ് ബഹ്ജത്തുൽ അസ്റാർ. മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി ജീലാനി തങ്ങളെ സംബന്ധിച്ച് എഴുതിയ ഖസീദത്തുൽ ഖുതുബിയ്യ, ഖുതുബുൽ അഖ്താബിനെ സംബന്ധിച്ച് എഴുതിയ ഖസീദ, അതിൽ പറയുന്നു, ഒഫീ ഖിസാനതി അസ്റാരിൻ റവാസനദ അൻകുല്ലി മൻവുളിഅത് ഫി ഉൻഖിഹി അദദ ഇല്ലാ അബാ ബക്കറിൻ മിന്നും ഫതാബ ഫീദാ ഹുസ്തൽ മഅലിയ ജം മമുഹിയദ്ദീനി. ഒന്ന് ചൊല്ല്, യാ യാ മുഹിയദ്ദീൻ. നോക്കി, നിങ്ങൾ ബഹ്ജത്തുൽ അസ്റാറിനെ പരിചയപ്പെടുത്തുന്നത് ഒഫീ ഖിസാനത്തി അസ്റാരിൻ എന്ന രഹസ്യങ്ങളുടെ ഒരു ഖജനാവെന്ന് പറയാൻ പറ്റിയ ഒരു കിതാബുണ്ട് മോനെ എന്നാ. ബഹ്ജത്തുൽ അസ്റാർ എന്ന രഹസ്യങ്ങളുടെ ശോഭ എന്നാണ്. എന്നാൽ ആ ഒരു ബഹ്ജ എന്ന പദം അങ്ങ് മാറ്റിയിട്ട് ഒഫീ ഖിസാനത്തി അസ്റാർ, രഹസ്യങ്ങളുടെ ഖജാന എന്ന് പറയണം ആ കിതാബിന്. അതിലുണ്ട്, അതിൽ റവാ സനദൻ, ജിലാനി തങ്ങളുടെ കാല് വെച്ച ഔലിയാൻ്റെ പേരുകൾ സനദടക്കം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ആ കിതാബിനെ പരിചയപ്പെടുത്തുന്നത്. വല്ലാത്തൊരു കിതാബാണ്. ഞാനത് ഇത്രയും പറയാനുള്ള കാരണം മുത്തഅല്ലിമീങ്ങൾ ഈ സദസ്സിലുണ്ടെന്ന് കേൾക്കാം, ഉസ്താദുമാരോടല്ല. കാരണം ദഹബി, ഇബ്നു കസീർ പാടില്ലാത്ത രൂപത്തിൽ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാരണം ഇവർക്കൊക്കെ ത്വരീഖിൻ്റെ മശായിഖിനോട് അകൽച്ചയുള്ളവരാണ്. അവരുടെ വിശ്വാസത്തിനനുസരിച്ച് കിട്ടാത്തവരെ മുഴുവനും തള്ളിയിടുക, ഇതാണ് അവരുടെ സ്വഭാവം. അതിൽ അത്യുന്നതനാണ് അല്ലാമ ദഹബി. അതുകൊണ്ട് തന്നെ ഇമാം റാസിയെ ളുഅഫാഇന്റെ കൂട്ടത്തിലാണ് അല്ലാമ ദഹബി എണ്ണിയ സങ്കടം ഇമാം സുബ്കി അവിടുത്തെ തബഖാത്ത് ഷാഫിയത്തിൽ കുബ്രയിൽ പറയുന്നുണ്ട്. അപ്പോൾ നല്ലോണം പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകേണ്ട ഏരിയ അല്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ അലി ഷതുനൂഫിയെ ഈ രൂപത്തിൽ ആക്ഷേപിക്കാനുള്ള കാരണം എന്താ അറിയോ? ബഹ്ജ എന്ന ഗ്രന്ഥമാണ്. അതിൽ സൂഫി ലോകത്തിൻ്റെ ആഴമായ ഹഖായിഖുകൾ പറയുന്നുണ്ട്. അതവർക്ക് പറ്റില്ല, അതവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതാണത്. ഇബ്നു തൈമിയ്യയും അതിൻ്റെ ആളാണ്. അങ്ങനെയാണ്. അപ്പം എന്നാൽ അലി ഷതുനൂഫി എന്ന് പറയുന്ന മനുഷ്യനെ മഹാനെ സംബന്ധിച്ച് പഠിച്ച് എഴുതിയ ആളാണ് ഇമാം സുബ്കി, ഇമാം സയൂത്തി തങ്ങൾ. അവരാ പറയുന്നത് കാന ഷെയ്ഖൽ ഖുറാഇ ബിൽ അസ്ഹർ തകാഥറത്ത് അലൈഹി ത്വലബ.
അതിൻ്റെ അപ്പുറം ഹാഫിദുദ്ദുന്യ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ചരിത്രത്തിൽ വല്ലാതെ സ്ഥാനം എല്ലാവരരികിലും നേടിയ ആളാണ് മഹാനവർകൾ. ബഹുമാനപ്പെട്ടവർ ജീലാനി തങ്ങളെ സംബന്ധിച്ചൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഖിബ്തത്തുൻ നാളിർ ഫി മനാഖിബി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ എൻ്റെ കയ്യിലുണ്ട്. ഈ കിതാബിൻ്റെ ഏക ആധാരം ഏതാണ്? അതിൻ്റെ മുഖവുരയിൽ പറയുന്നു, ഇത് ഞാൻ എടുത്തത് ബഹ്ജത്തുൽ അസ്റാർ എന്ന അലി ശത്നൂഫിയുടെ ഗ്രന്ഥത്തിൽ നിന്നാണ്. എവിടെങ്കിലും ഒരു നഖദിന്, ഒരു ആരോപണത്തിന് വിധേയനാണ് അലി ശത്നൂഫി എങ്കിൽ അല്ലാമ അസ്ഖലാനി തൊടുകയില്ല അവരുടെ കിതാബ്. അത്രയുമാണ് അസ്ഖലാനിയെ സംബന്ധിച്ച് അറിയുന്നവർക്ക് മനസ്സിലാവും. അസ്ഖലാനി തങ്ങളാണ് അതാണ് തൻ്റെ ഗ്രന്ഥത്തിന് ഏക ആധാരമായി പറഞ്ഞത്. അപ്പോൾ അവർ ചൊന്ന ബൈത്തിന്നും ബഹിജ കിതാബിന്നും ലോകം അംഗീകരിക്കുന്ന ബഹിജ എന്ന കിതാബിൽ നിന്നും അങ്ങനെ തക്മീല തന്നിന്നും കണ്ടോവർ തക്മിലയിൽ നിന്നും. ഏതാണ് ഈ തക്മില? അടുത്ത കാലത്തായി പലരും എഴുതി കണ്ടു. മുഹിദ്ദീമാല വ്യാഖ്യാനത്തിലും അങ്ങനെയാണ് പെട്ടുപോയിട്ടുള്ളത്. പ്രസിദ്ധമായ വ്യാഖ്യാനങ്ങളിലൊക്കെ അങ്ങനെ കുടുങ്ങിപ്പോയിട്ടുണ്ട്. തക്മില എന്ന് പറയുന്നത് ഫുതൂഹുൽ ഗൈബിൻ്റെ ലാസ്റ്റിലുണ്ട് തക്മിലത്തുന്നിട്ട്. ആ ഫുതൂഹുൽ ഗൈബ് ഇമാം സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി നിങ്ങളുടെ പ്രസംഗങ്ങളാണ്. അവിടുത്തെ ശിഷ്യന്മാരിൽ ആരോ ഒരുമിച്ച് കൂട്ടിയതാണ് കുറച്ച് മക്കാലകൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കസീദകളുണ്ട്. അത് ഒരിക്കലും ജീലാനി തങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് അല്ല. ആരാണതിൻ്റെ രചയിതാവെന്ന് അറിയപ്പെടുന്നില്ല, കേട്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ല. ആ ആൾ അതിൻ്റെ ലാസ്റ്റിൽ ഒരു 2.5 പേജ് തക്മീലത്തുൻ ഇതൊന്ന് പൂർത്തിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. ഇത് അത്രേ മുഹിദ്ദീമാലക്ക് ആധാരമായ തക്മീല തന്നിന്നും കണ്ടോവർ. സുബ്ഹാനല്ലാഹ്, അബദ്ധമാണ് ആ പറയുന്നത്. അതിൽ ജീലാനി തങ്ങളുടെ ചരിത്രങ്ങളെ ഇല്ല. അവിടുത്തെ നെസബ പറയുന്നുണ്ട്. തക്മീല ആധാരമാക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥവും അല്ല. തെറ്റുണ്ട് എന്നല്ല ഞാൻ പറയുന്നു, അതിലൊന്നുമില്ല. എന്നാൽ ജീലാനി തങ്ങളെ സംബന്ധിച്ച് മാത്രം എഴുതിയ കിതാബാണ് ഖുലാസത്തുൽ മഫാഖിർ ഫി ഇഖ്തിസാരി മനാഖിബി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ. ഇതേ പേരിൽ ഒരു കിതാബ് ഖുലാസത്തുൽ മഫാഖിർ ഫി ഇഖ്തിസാരി മനാഖിബി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ എന്ന പേരിലൊരു കിതാബ് തമിഴ്നാട്ടിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ചിലർ പറയുന്നു അത് ഖുലാസത്തുൽ മഫാഖിർ ഫി ഇഖ്തിസാരി മനാഖിബി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ എന്നും, യാഫി തങ്ങളുടെ കിതാബ് ഖുലാസത്തുൽ മഫാഖിർ ഫി മനാഖിബി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ എന്നുമാണെന്ന് ചില ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അത് തെറ്റാണ്. നിങ്ങൾക്ക് ഖുലാസ കയ്യിലുള്ള, എൻ്റെ കയ്യിലുണ്ട് ഖുലാസ, അതിൻ്റെ ഉള്ളിലും പുറത്തുള്ളത് ഖുലാസത്തുൽ മഫാഖിർ ഫി ഇഖ്തിസാരി മനാഖിബി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ എന്നാണ്. അപ്പോൾ ഈ ഇഖ്തിസാർ എന്ന വാക്ക് ഇല്ല എന്നത് അസ്ഥാനത്താണ്. അബ്ദുല്ലാഹി യാഫിയുടെ പേന കൊണ്ട് എഴുതിയത് ഞാൻ വായിച്ചതാണ്. അപ്പോൾ ആ കിതാബിൽ തക്മീലയാണ്. ആ കിതാബ് സൊന്നഫ്തുഹു തക്മീലത്തുൽ കിതാബി റൗളിർ റയാഹീൻ. ഇത് ഒരു ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ആർക്കും ഖണ്ഡിക്കാം, ആരും പറയുന്നതായി കേട്ടിട്ടില്ല. ഇങ്ങനെയാണ് അതിൻ്റെ സത്യമാണ് മനസ്സിലാക്കാൻ രേഖകളെ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഖാദി മുഹമ്മദ് രേഖയാക്കിയ കിതാബുകൾ അതിലൊന്നാണ് തക്മീല അഥവാ ഖുലാസ. അതിലാണ് പറയുന്നത് സ്വഹാബത്തിൻ്റെ ശേഷം കഴിഞ്ഞ ഏറ്റവും വലിയ മഹാൻ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനിയാണ്. സുബ്ഹാനല്ലാഹ്, വെറുതെ അങ്ങ് പറഞ്ഞതല്ല. അവിടെ ചരിത്രം വായിച്ചാൽ അത് പറഞ്ഞു പോകും. അതുകൊണ്ടാണ് ബുസ്താനുൽ ആരിഫീൻ എന്ന തസൗഫിൻ്റെ ഇമാം നവവി തങ്ങളുടെ ഒരു പ്രധാന ഗ്രന്ഥമാണ് ബുസ്താനുൽ ആരിഫീൻ. അതിൽ പറയുന്നു, മാ തവാത്തറത് ഇലൈനാ മിൻ കറാമാത്തിൽ ഔലിയായി കമാ തവാത്തറ മിൻ കറാമാത്തിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. അബ്ദുൽ ഖാദിർ ജീലാനിയെ തൊട്ട് ഖണ്ഡിക്കാൻ കഴിയാത്ത രൂപത്തിൽ, എതിർക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള രേഖാമൂലമുള്ള കറാമത്തുകൾ നമുക്ക് കിട്ടിയ പോലെ ഈ ഉമ്മത്തിൽ ആരിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ആരാണിത് പറയുന്നത്? ഇമാം നവവി തങ്ങളാണ്. ഈ വിഷയം ബുസ്താനുൽ ആരിഫിയിൽ നിന്ന് താദഫി തങ്ങൾ ഖലായിദുൽ ജവാഹിറിലേക്ക് ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഖാലൽ നവവി ഫി ബുസ്താനിഹി എന്ന് പറഞ്ഞിട്ട്. ഞാനിത് പറയാനുള്ള കാരണം എന്താ, ഇങ്ങനെ ഇതിലേക്ക് ഉദ്ധരിച്ചിരിക്കുന്നത് പറയാനുള്ള കാരണം, അത് നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ബുസ്താനുൽ ആരിഫി നോക്കിയാൽ, ഞാനത് 3-4 പ്രാവശ്യം എ തൊട്ട് സെഡ് വരെ നോക്കുകയും നോക്കിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഇത് കാണാൻ പ്രയാസമാണ്, അതിൽ കാണുന്നില്ല. അതിനാണ് ഞാൻ ആ കിതാബിൽ നിന്ന് ഇമാം താദഫി
ഖലായിദുൽ ജവാഹിറിലേക്ക് ഇത് ഉദ്ധരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ ഗ്രന്ഥങ്ങൾ പലതും ചുരുക്കപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഇമാം ഒരു കിതാബ് എന്ന് പറയുമ്പോൾ ആ കിതാബ് നോക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ ആ ഇമാമിനെ തെറ്റിദ്ധരിക്കരുത്. നമ്മേക്കാൾ അറിവുള്ളവരാണ് അവരെന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് ബുസ്താനുൽ ആരിഫീനിൽ ജീലാനികളെ പറ്റി ചർച്ച തന്നെ കാണുന്നില്ല. ആരാണ് ഈ കടുങ്കൈ ചെയ്ത്? അല്ലാഹു അഅലം. അതല്ല ഇനി ബുസ്താനുൽ ആരിഫീൻ കബീറും സഗീറും ഉണ്ടോ? അല്ലാഹു അഅലം. ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കും. ഇമാം ബൂനിയെ സംബന്ധിച്ച് ഒരു പരാമർശം ഷംസുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൻ്റെ ചില ദിക്റുകൾ എടുത്തുകൊണ്ട് ഞാനൊരു ലേഖനം എഴുതി. ബൂനി പറഞ്ഞതും ബൂനിയെ പറ്റി ഇമാം നവവി സംസാരിച്ച ചില വാക്കുകൾ ഞാനൊരു ലേഖനത്തിൽ എഴുതി. അങ്ങനെ അത് ഫതാവ നവവിയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഓർമ്മ. അങ്ങനെ രണ്ടാമത് ആ ലേഖനം ഒന്ന് തഹ്രീറാക്കുമ്പോൾ ഫതാവ നവവി നോക്കുമ്പോൾ അതിൽ കാണുന്നില്ല. അപ്പോൾ ഫതാവ നവവിയിലാണല്ലോ ഇത് ഞാൻ കണ്ടത്, പിന്നെ എങ്ങനെ ഇത് പറ്റിപ്പോയി? എൻ്റെയൊക്കെ തെറ്റിയതാണെന്ന് ഉറപ്പാണ്, പക്ഷേ ഞാൻ അത് കണ്ടിട്ടുണ്ട്. എന്താ സംഭവിച്ചത് ഒരു പിടുത്തമില്ല. നോക്കി 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 ഒരു പിടുത്തമില്ല. ഫതാവ നവവി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. എൻ്റെ കയ്യിൽ ഫതാവ നവവി ഉണ്ട്. അങ്ങനെ ഫതാവ നവവിയിൽ നിന്ന് കണ്ടത് ഇതിൽ എങ്ങനെ എവിടെ കാണുന്നില്ലല്ലോ. അങ്ങനെ ഭയങ്കര സങ്കടമായി. എനിക്ക് ഉറപ്പുണ്ടായതുകൊണ്ട് രണ്ടാമതും ആ ലേഖനം അങ്ങനെ തന്നെ എഴുതിയാൽ. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഓരോ ഉറപ്പുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ രണ്ടാമതും അങ്ങനെ തന്നെ എഴുതി. കാരണം എൻ്റെ കയ്യിൽ ആ വിഷയത്തിൽ തെറ്റു പറ്റിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഫതാവ നവവി പിന്നെയും നോക്കി, ഇല്ല. അതിൻ്റെ ശേഷം ഇബ്നു സിയാദ് തങ്ങളുടെ ഫതാവ ഇബ്നു സിയാദ് അത് നോക്കുമ്പോൾ ഒരു ദിവസം കണ്ടു ഖാലൻ നവവിയു ഫീ ഫതാവാഹു എന്ന് പറഞ്ഞ് ഇതേ പരാമർശം. അപ്പോൾ ഞാൻ നവവി ഇമാമിൻ്റെ ഫതാവ നോക്കി കണ്ടതല്ല, ഇതിൽ കണ്ടതാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. നവവി ഇമാം ഫതാവയിൽ പറയുന്നു എന്നാണ് അതിലുള്ളത്. അപ്പോൾ ആ ഫതാവയിൽ ഉണ്ട് എന്ന് ആരാ പറയുന്നത്? സൈനുദ്ദീൻ മഖ്ദൂദ് തങ്ങളുടെ ഉസ്താദ് ഇബ്നു സിയാദ് തങ്ങൾ പറയുകയാണ്. ഖാലൻ നവവിയു ഫീ ഫതാവാഹു വഖദ് വഖഅ ലിൽ ബൂനി ഫീ ശംസിൽ മആരിഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പറയുന്ന ഒരു വിഷയം. അപ്പോൾ ഏതായാലും ഫതാവ നവവിയിലുണ്ടെന്ന് ഉറപ്പായി. പക്ഷേ ഫതാവ നവവി നമ്മൾ നോക്കുമ്പോൾ കാണുന്നില്ല. അത് വല്ലാത്തൊരു സങ്കടമായി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇമാം ഷാറാനി തങ്ങളുടെ മീസാനുൽ കുബ്ര മുതാലഅ ചെയ്തപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ സയ്യിദി അബ്ദുൽ വഹാബ് ഷാറാനി മുതാലഅ ചെയ്ത ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, മുതഅല്ലിമീങ്ങൾ അത് നോക്കണം നോക്കണം നോക്കണം. ശറഹുൽ മുഹദ്ദബ് 10 വട്ടം മുതാലഅ ചെയ്തത്, അത് മുഴുവനും എനിക്ക് ഹിഫ്ളുണ്ടെന്ന് പറയുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ വിഷമിച്ചു പോകും. എന്താണ് അവരുടെ അറിവിൻ്റെ ആഴം? ശറഹ് മുസ്ലിം എത്രയോ വട്ടം ഞാൻ അവസാനം വരെ നോക്കിയത്, എനിക്ക് മുഴുവൻ ഓർമ്മയിലുണ്ടെന്ന് ഷാറാനി തങ്ങൾ പറയുന്നു. ഒരട്ടൊന്നുമല്ല നോക്കിയത്. അങ്ങനെ 1, 2, 10 കിതാബല്ല, റൗള അടക്കം പരിചയപ്പെടുത്തും. 3 വട്ടമായിട്ട് മുതാലഅ ചെയ്തിരിക്കുന്നു ഫുൾ എന്ന് പറയും. ഒരു കിതാബിൻ്റെ മൂല പോലും നോക്കാൻ ഒഴിവില്ലാത്ത നമ്മൾ അവരെ സംബന്ധിച്ച് പറയാൻ അവകാശമില്ലാത്തവരാണ്. അള്ളാഹു അല മദദ് കൊണ്ട് നമ്മൾ നന്നാക്കട്ടെ. എന്നിട്ട് ഷാറാൻ നിങ്ങൾ പറയുന്നു, ഞാൻ ഈ കിതാബുകൾ മുതാലഅ ചെയ്ത് നിനക്ക് സംശയമുണ്ടെങ്കിൽ ആ കിതാബിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നീ എന്നോട് ചോദിക്കുക, ഞാൻ മറുപടി പറയും. എന്തൊരു വാക്കാണ് പറയുന്നത്! ആരിഫീങ്ങളുടെ ഇൽമിന് ആഴമില്ല. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇന്നി ത്വാലഅതു മിൻ കുതുബി നവവി, നിങ്ങോട്ട് പറഞ്ഞിട്ട് നവവി ഇമാമിൻ്റെ കിതാബുകളിൽ നിന്ന് റൗള ഞാൻ മുതാലഅ ചെയ്തു. വമിൻ ഫതാവാഹു, അവിടുത്തെ ഫതാവകളിൽ നിന്ന് ഞാൻ മുതാലഅ ചെയ്തു. കുബ്റാഹ വസുഗറാഹ, വലിയ ഫതാവയും ചെറിയ ഫതാവയും മുതാലഅ ചെയ്തു. അപ്പോഴാണ് അമ്മളി മനസ്സിലായത്, ഇമാം നവവി തങ്ങൾക്ക് കുബറയായൊരു ഫതാവയുണ്ട്, നമ്മളെ കയ്യിലുള്ള സുഗറയാണ്. അതിനാൽ മസായിലുൽ മൻസൂറ എന്നും പേരുണ്ട്. ഇത് ഞാൻ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇബ്നു സിയാദ് തങ്ങൾ പറയുന്നത് കുബറയായ ഫതാവയിൽ നിന്ന് എന്ന പോലെ ബുസ്താനുൽ ആരിഫീന് കുബറയുണ്ടോ? അല്ലാഹു ആലം. ഏതായാലും താദഫി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ഇമാം നവവിയുടെ ഈ വാക്ക്. അപ്പോൾ നമുക്ക് അതിലുണ്ടെന്ന് ഉറപ്പാണ്. ചില കിതാബിൽ നിന്ന് പലതും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയും സംഭവിക്കാം. എത്ര ഒഴിവാക്കപ്പെട്ട കിതാബുകളാണല്ലോ! എത്രയോ നമ്മുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന കിതാബുകളിൽ മുൻഗാമികൾ പറഞ്ഞത് പലതുമില്ല. ഒരു പ്രാവശ്യം നൗഷാദ് അഹ്സനി നമ്മുടെ കൂടെയൊക്കെ പ്രവർത്തിക്കുന്ന കാലത്ത് ചാലിയത്ത് വന്നു. അപ്പോൾ അദ്ദേഹം വന്നത് എന്താ,
പിന്നെ ഇമാം തിബിരിയുടെ തഫ്സീറിൽ ഒരു ഉദ്ധരണിക്ക് വേണ്ടി വന്നതാണ്. അത് എല്ലാവരുടെ കയ്യിലുണ്ട്. തിബിരി എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. വഹാബികൾക്ക് എതിരുള്ള ഒരു ഉദ്ധരണിയാണ് തിബിരിയിലുള്ളത്. പക്ഷേ നമ്മുടെ പുതിയ തിബിരിയിൽ മുഴുവനും അവർക്ക് അനുകൂലമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് ഈ സ്ഥലത്ത് വഹാബികൾക്ക് എതിരിലുള്ള വാക്ക് അനുകൂലമായി വന്നതാണ്. ഈ പുതിയ അടിയിൽ അത് ഉണ്ടാക്കിയതാണ്, ആരോ ചെയ്തതാണ്. അവിടെ പുതിയ തിബിരി എവിടെ ഉള്ളതെന്ന് അന്വേഷിച്ചിട്ട് പെടുത്തല്ല. അപ്പോൾ ചാലിയത്തുണ്ടാവുന്നതിലേക്ക് വന്നാൽ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴാണ് റഈസുലുലമ സുലൈമാൻ ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഉസ്താദിൻ്റെ കനം പല കൊണ്ടും മനസ്സിലായിട്ട് നമുക്ക് ഒന്നും കൂടി മനസ്സിലായത്. എന്താ, തിബിരിയുടെ പഴയ നുസ്ഖ ചാലിയം പള്ളിയിൽ ഞാൻ ചെന്നപ്പോണ്ട് ഒരു പേജ് പോലും മറിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അതിനുള്ളത്. കാരണം മറിച്ചാൽ ഒരു മറിക്ക് 10 പൊട്ട് പൊട്ടും അതിൻ്റെ പേജ്, ഒന്നിനും പറ്റൂല. ഇനി സ്വന്തം ഇരുന്ന് മുറുങ്ങി പോരുകയാണ്. അപ്പോൾ അവിടെയൊക്കെ കിതാബിൻ്റെ എഴുത്തുകളുള്ള കഷ്ണങ്ങൾ വീണു പോകുന്നു. അത് അദബുകേടല്ലേ? അപ്പോൾ അങ്ങനെ വന്നാൽ ഖുർആനൊക്കെ കരിക്കണമെന്നാണ് മസാല. ഇതുപോലെ ഈ കിതാബ് കരിച്ചുകൂടെ എന്നൊരു ഫത്വ ഞാൻ ഉസ്താദിനോട് പോയി ചോദിച്ചു. ഉടനെ നോക്കാൻ കഴിയില്ല ഉസ്താദ്, ഇനി ഒരു ഉപകാരം അതുകൊണ്ട് ഇല്ലായിരുന്നു. ഉടനെ തന്നെ പറഞ്ഞ് അത് കരിച്ചാൻ പറ്റൂല. എന്ത്? അത് നമുക്ക് നുസ്ഖ നോക്കാം. നുസ്ഖ നോക്കാറിഞ്ഞാൽ അതിൻ്റെ നുസ്ഖ, അതിൻ്റെ പകർപ്പ് പുതിയത് വരുമ്പോൾ എവിടെയെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് നോക്കാം മോനെ. ഖുർആൻ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഇതിനങ്ങനെ ഉണ്ടല്ലോ, ഖുർആൻ ഒരു നിലക്കും ഇനി തഗയീർ വരുത്താൻ കഴിയില്ല ദുന്യാവെന്ന്. അപ്പോൾ ആ ഹുക്കുമല്ല ഇതിനുള്ളത് എന്ന് ഉസ്താദ് അന്ന് എന്നോട് പറഞ്ഞു. അന്ന് ഞാൻ ഓരോന്ന് 2-3 ഉറയിലിട്ട് കെട്ടിവെച്ചിരുന്നു. നൗഷാദ് ഹസനി വന്നപ്പോൾ ആ ഭാഗമെടുത്ത് മറിക്കാൻ വയ്യ. നോക്കുമ്പോൾ അഹ്ലുസുന്നയുടെ അഖീദയോട് അതിനു വേണ്ടി പറ്റിയ രൂപത്തിലുള്ള വാക്കാണ് അതിൽ കാണുന്നത്. പുതിയ തിബിരിയിലോ അങ്ങനെയല്ല. ഇങ്ങനെ മാറ്റത്തിരുത്തലുകൾ നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന ഗ്രന്ഥങ്ങളിൽ വളരെ കൂടുതൽ സംഭവിച്ചിട്ടുണ്ട്, വളരെ കൂടുതലുണ്ട്. അപ്പം അങ്ങനെയാകാം ഉസ്താദ് ആരിഫിൽ സംഭവിച്ചത്, അല്ലാഹു ആലം. ഏതായിരുന്നാലും ഇമാം നവവി തങ്ങൾ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു മഹാനെ, നമ്മുടെ ഇത്രയും കറാമത്തുള്ള ഒരു മഹാൻ നമ്മളെ ഔലിയാക്കളിൽ കറാമത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. എന്താണ് ജീലാനിത്? ആരാണ് ജീലാനിതങ്ങൾ? അല്ലാഹ് വൈസ്മി ഇസ്മു ഖൈരിൽ അംബിയാഇ വഅഹ്വാലി തുഅസ്സിറു ഫിൽ ഹശാഇ. അവിടുത്തെ ഹംസിയയിൽ കാണാം എത്ര ഖസീദുകളാണ് ജീലാനി പാപ്പ ചൊല്ലിയത്. അവിടുത്തെ ഹംദിയ തുസമ്മ ഇൻദൽ അവാമി അൽ ഗൗസിയ വഇൻദൽ ഖവാസി അൽ ഹംദിയ. മഹാന്മാർ എഴുതുകയാണ്, അഹ്മദ് റിള അൽ ഖാദിരി അൽ ഹനഫി ബറാലവി തങ്ങൾ ഈ ഹംദിയെ പറ്റി ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, അസ്സംസമത്തുൽ ഖുംദിയ ഫി ദബ്ബി അനിൽ ഹംദിയ എന്നതിൻ്റെ പേര്. ആ കിതാബ് നമ്മൾ നോക്കണം, എൻ്റെ കയ്യിലുണ്ട്. ആ കിതാബിൽ പറയുന്ന ഈ ഖസീദയുടെ മഹത്വങ്ങൾ, ഈ ഖസീദ അതിനോട് ബന്ധപ്പെട്ട ഇതിന് 18-ലേറെ വിശദീകരണങ്ങൾ ഉറുദു, ഫാർസി, അറബിയിലായി എഴുതപ്പെട്ടത്രേ. ജീലാനി തങ്ങളുടെ അഹ്വാൽ അവിടുത്തെ ഇലാഹിയായ ജസ്ബിൻ്റെ ടീമിൽ ചൊല്ലിയ ഖസീദയാണ്. അതിൽ ഓരോ കുല്ലി ബൈത്തി മിൻഹാ ഖവാസ്, അതിൽ ഓരോ ബൈത്തിനും വലിയ വലിയ പ്രത്യേകതകളുണ്ട്, ഫലങ്ങളുണ്ട്. ആ ബെയ്ത്ത് ഒരു വട്ടമെങ്കിലും മുതഅല്ലിമീങ്ങളെ, നിങ്ങൾ ഗ്രാമർ പഠിക്കുന്ന, സർഫുൻ നഹ്വും പഠിക്കുന്ന, അറബി പഠിക്കുന്ന, സർഫുൻ നഹ്വ് മാത്രമല്ല അറബിയത്ത്, മആനിയും ബയാനും ബദിയൊക്കെ അറബിയത്ത്, അത് പഠിക്കുന്ന കാലത്ത് നിങ്ങൾ ഒരു വട്ടം അത് പതിവാക്കുക. യസീദു ഖുവ്വതുഹു ഫിൽ അറബിയ്യ. എന്നാൽ അറബി സംസാരിക്കാനും മറ്റൊരാളുടെ അറബി ഉൾക്കൊള്ളാനും അതിൻ്റെ ലേഖനങ്ങൾ എഴുതാനുമെല്ലാം കഴിവ് ലഭിക്കുമെന്ന് ഇതിനെപ്പറ്റി എഴുതിയവർ മുഴുവനും എഴുതുകയാണ്. ഹംദിയ ചൊല്ലുന്നവർക്ക് 40 ദിവസം തുടരെ ചൊല്ലിയാൽ സ്വാഹിബഹുൽ ഗൗസൽ അഅ്ളം ജീലാനി തങ്ങളെ കാണാൻ കഴിയുമെന്ന് ഇതിൻ്റെ വിശദീകരണത്തിൽ കാണാം. ഖുർആനിൻ്റെ ആഴമായ ആശയങ്ങൾ, ഹദീസിൻ്റെ ആഴമായ ആശയങ്ങൾ ബാഹ്യമായത് മാത്രമല്ല, അത് ഫുതൂഹ് കിട്ടാൻ പറ്റിയ ഖസീദയാണ് ഹംദിയ. നമ്മളെ റാത്തീബിൽ ഹംദിയ ഉണ്ടോ? ഉണ്ട്. സഖാനിൽ ഹുബ്ബുക ഉസാതിൽ വിസാലി ഫഖുൽതു ലിഖംറതി നഹ്വി തആലി. എന്താ രസം! അവിടെ അതിൽ കാണാം തആലി എന്നൊരു പ്രയോഗം. ഖത്തറിനത് ഓതുമ്പോൾ അല്ല അൽഫിയൊക്കെ ഓതുമ്പോഴും താലി എന്ന് പറയില്ല എന്നാണ് അറബിയിൽ.
അല്ലേ ഉസ്താദ് അങ്ങനല്ലേ? താലി എന്ന് പറയാൻ പാടില്ല എന്നാ അല്ലേ? അങ്ങനല്ലേ? അങ്ങനെ മനസ്സിലാ. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ഖത്തറിനത്തെ ക്ലാസ് എടുത്തപ്പോൾ താലി എന്ന് പറയാൻ പാടില്ല എന്നിങ്ങോട്ട് വന്നപ്പോൾ കുട്ടികളെ കൂടി ഞാനിത് കമ്പിയെ കുട്ടികളോട് ചെല്ലാൻ പറഞ്ഞു. നമ്മളെ ജീലാനി നിങ്ങളെ പാട്ട് താലി ഉണ്ടല്ലോ, എനിക്കത് ഓർമ്മയിലുണ്ട്. ഞാൻ കുട്ടികളെ ഇഷ്കാലാക്കണമെന്നുള്ള ആ വിഷയം പറയാതിരുന്ന ഞാൻ പറഞ്ഞു, എൻ്റെ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി നിങ്ങൾ താലി പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ അത് നിർബന്ധമായും ലോകത്തിലുണ്ടായിരിക്കും. അത്രയും ആഴമാണ് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി നിങ്ങളുടെ അറിവ്. സുബ്ഹാനല്ലാഹ്. ഞാൻ ആ ഭാഗത്ത് നോക്കൽ തുടങ്ങി. കുറേ ഡിക്ഷണറികൾ ചാലിയത്തുണ്ട്. നോക്കി ഒരു ഡിക്ഷണറിയിലും അതിന് ആധാരമില്ല. അവസാനം ഞാൻ കാമൂസിൻ്റെ വിശദീകരണമുണ്ട്, താജുൽ ആറൂസ് അല്ലാമ മുർത്തദ സബീദി അൽ യമനി എഴുതിയ, അതെടുത്ത് നോക്കിയിട്ട് അങ്ങനെ താലിനെ പറ്റി ചർച്ച ചെയ്ത് ലാസ്റ്റ് പറയുന്നു, അറബി ഭാഷയിൽ ഒരു ലോകത്തുണ്ട് അങ്ങനെ ചെയ്യാമെന്ന്, താലി എന്ന് പറയാം. നാം ജീലാനി വാക്കുകൾ തുടരുത് നാം. ഭാഷയുടെ ആഴങ്ങളിൽ കഴിവുള്ളവർ എല്ലാം നോക്കിയിട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അപകടത്തിൽ ചാടും നമ്മൾ. അത് ആദ്യത്തെ വരി തന്നെ താലിയാണ്. നാം പഠിച്ച ഗ്രാമറിനെതിരാ ഉണ്ട്, അങ്ങനെ പ്രയോഗമുണ്ടെന്ന് മുർത്തദ സബീദി ലാസ്റ്റ് പറയുന്നുണ്ട്. താലിനെ പറ്റി താല അതിനെ സംബന്ധിച്ച് സംസാരിച്ച് താൽ. അപ്പോൾ ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ടവരുടെ ആ ഖസീദ വല്ലാത്ത ബർക്കത്തുള്ള ഖസീദയാണ്. അത് നിത്യമായി ഒരു വട്ടമെങ്കിലും നമ്മൾ ചൊല്ലിയാൽ നല്ലത്. അതിനിപ്പോൾ മുതാലിമ്യങ്ങളെന്നല്ല, അത് ഖാദിരി ത്വരീഖത്തിൻ്റെ മശായിഖ് ഇജാദത്ത് കൊണ്ടുപോരുന്നത് കാലങ്ങളായി എന്നും ആയിരങ്ങളത് നിത്യമായി പതിവാക്കുന്നു എന്നും മഹാന്മാർ പറയുന്നത് കാണാം. അതുപോലെ ഒരു ഖസീദയാണ് കഫാഖ റബ്ബുക എന്ന കാഫിൻ്റെ സിറുള്ള 40 കാഫിൻ്റെ സിറുള്ള ആ ഖസീദ. വലത്തൂർ ഉസ്താദ് 2.5 പേജുള്ള ഒരു വിശദീകരണം അതിന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് ഓതുന്ന കാലത്ത് ഉസ്താദിൻ്റെ കിതാബിൽ ആ കിതാബിൻ്റെ ഉറുദു ഷർഹ് മഹാനായ അബ്ദുൽ ഹഖ് ഷാഹു വലിയുല്ലാഹി ദഹ്ലവി എഴുതിയ ഷർഹിൻ്റെ ഉറുദു ഷർഹിൽ നിന്ന് നോക്കി അതിൻ്റെ ഒരു ഹാസിൽ ഉസ്താദിൻ്റെ കിതാബിൽ എഴുതി വെച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ഖസീദ ചൊല്ലുന്നവർക്ക് സിഹർ ബാധിക്കുകയില്ല, കണ്ണ് തട്ടുകയില്ല, ഇഫ്രീത്ത് ഏൽക്കുകയില്ല, പിശാച് ഏൽക്കുകയില്ല, എന്തൊക്കെയാണ് പറയുന്നത്. 3 വരിയേ ഉള്ളൂ. അതൊക്കെ നമ്മൾ പഠിക്കണം, അറിയണം. ആത്മീയമായി വളരാൻ പറ്റിയ വലിയ സമ്പത്തുകളാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീലാനി പാപ്പൻ്റെ മുഴുവനും അങ്ങനെ. അതിൽ അവിടുത്തെ ഹംസിയയിൽ കാണാം, വൈസ്മി ഇസ്മു ഖൈരിൽ അംബിയാഇ, വൈസ്മി എൻ്റെ ഇസ്മു ഖൈരിൽ അംബിയായി, വസ്മി എന്നാ പറയേണ്ടത് ഇതിലെ നിയമപ്രകാരം. അങ്ങനല്ലേ? വസ്മി. അങ്ങനെ നിയമപ്രകാരം നമ്മൾ പഠിക്കുന്ന നിയമപ്രകാരം ജീലാനി തങ്ങളല്ലേ, ജീലാനി തങ്ങളെ നഹ്വിൻ്റെ കഴിവ് ചില്ലറയല്ല, എല്ലാ ഫന്നിലും മുത്തബഹിറ. 13 ക്ലാസ്സുകൾ വ്യത്യസ്ത ഫന്നുകളിലായി ജീലാനി തങ്ങൾ ഒരു ദിവസം എടുക്കുമെന്ന് എല്ലാ ചരിത്ര കിതാബിലും പറയുകയാണ്. 13 ക്ലാസ്സേ. 91 വയസ്സാകുമ്പോഴും ഇങ്ങനെയാണ് ദർസ്. അല്ലോ, ദർസ് നടത്തി അങ്ങ് മരിച്ചിരിക്കുക. ഇബ്നു ഖുദാമ തങ്ങൾ ഒരു കിതാബ് എഴുതി, അൽ മുഗ്നി, 9 വാള്യമാണത്, ഹംബലി മദ്ഹബിലെ. മുഖ്തസറുൽ ഖിർഖി എന്ന ഗ്രന്ഥത്തിൻ്റെ വിശദീകരണമാണത്. വലിയൊരു കിതാബാണ് മുഖ്തസർ. ആ കിതാബ് ഇബ്നു ഖുദാമ പറയാണ്, ഞാൻ ഹിഫ്ളാക്കിയ കിതാബാണ്. ഷെയ്ഖുന അബ്ദുൽ ഖാദിർ ജീലാനിയുടെ അരികിലേക്ക് ബഗ്ദാദിൽ ചെന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരാളെ കാണാൻ കഴിയില്ല. ഇബ്നു ഖുദാമ അത് പറയണമെങ്കിൽ ഹംബലി മദ്ഹബിലെ അത്യുന്നതനായ മഹാനാണ് ഇബ്നു ഖുദാമ. ഷെയ്ഖുനയെ പോലെ ഇൽമിലും തഖ്വയിലും സ്വഭാവത്തിലും നന്മയിലും ഒരാളെ കാണാൻ കഴിയില്ല എന്നാണ് ഇബ്നു ഖുദാമ പറയുന്നത്. ഷെയ്ഖുനാൻ്റെ അരികിൽ നിന്ന് ഞാൻ ഈ കിതാബ് ഓതി, എൻ്റെ ഹിഫ്ളിൽ നിന്ന് വായിച്ചിട്ട് ഓതി. അങ്ങനെ ആ കിട്ടിയ വിശദീകരണങ്ങൾ എഴുതി വെച്ചത് 9 വാള്യത്തിൽ. അതാണ് ജീലാനി അറിവ്. എല്ലാ വിഷയത്തിലും, ഫിഖ്ഹിലും എല്ലാ വിഷയത്തിലും. ഇബ്നു ഖശാബിൻ നഹ്വീങ്ങളെ കൂട്ടത്തിൽ അത്യുന്നതനായി പിന്നീട് അറിയപ്പെട്ടൊരു മഹാനാണ് ഇബ്നു ഖശാബിൻ നഹ്വി. അദ്ദേഹം പറയാണ്, ഞാൻ നഹ്വിൽ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ഞാൻ പലരുടെ കയ്യിൽ നിന്ന് നഹ്വ് പഠിച്ചു. പക്ഷേ അപ്പോഴൊക്കെ ഞാനിങ്ങനെ ജീലാനി തങ്ങളെ ദർസിൽ പോകണം താല്പര്യമുണ്ട്. പക്ഷെ തടസ്സങ്ങളെ കൊണ്ട് എന്തോ ഞാൻ അവിടെ എത്തിയില്ല. കുറേ കൊല്ലം പഠിച്ചെങ്കിലും വേണ്ട പോലെ നഹ്വിൽ കഴിവായില്ല. ഒരു ദിവസം ഞാൻ വെറുതെ ജീലാനി തങ്ങളുടെ വാളിൻ്റെ സദസ്സിൽ ചെന്നിരുന്നതാണ്. ജീലാനി തങ്ങളുടെ വാളുണ്ട്, 3 വാളുണ്ടാവും ആഴ്ചയിൽ. അത് ഇങ്ങനെ ചെന്നിരുന്നതാണ്. ഇരുന്നപ്പോൾ
ഒരു സദസ്സിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിൽ ഒരാൾ വന്നവനുണ്ടെങ്കിൽ അവനെക്കൊള്ള നോക്കിക്കൊണ്ട് സംസാരിക്കും ജീലാനി തങ്ങൾ. വല്ലാത്തൊരു ആളല്ലേ. അതിൽ എന്നെക്കൊള്ളങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ അരികിൽ ക്ഷമിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ സീബവൈഹിയാക്കാം നഹ്വിൽ എന്ന്. എൻ്റെ അരികിൽ ഇനി നിൽക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ സീബവൈഹിയാക്കാം നഹ്വിൽ അത്യുന്നതനാവുകയും അതുകൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തൊരു മഹാനാണ് സീബവൈഹി. നിങ്ങൾ ഇബ്നു അഖീലിൻ്റെ ശർഹ് ഫതുൽ ജലീലിലും അതുപോലുള്ള കിതാബുകളൊക്കെ എടുത്ത് നോക്കി. സീബവൈഹി വഫാത്തായിപ്പോയി. അവരെ കശ്ഫിൻ്റെ ഉലമാ കാണുകയാണ്. ചോദിച്ചു, എന്താ നിങ്ങൾ അള്ളാഹു ചെയ്തതെന്ന്. അവർ പറഞ്ഞു, മലക്കുകൾ എൻ്റെ ഖബറിൽ വന്നു, എന്നോട് മൻ റബ്ബുക എന്ന് ചോദിച്ചു. ഞാൻ അവരോട് മൽ ഇറാബു എന്ന് ചോദിച്ചു. എന്താണ് മൻ റബ്ബുക്കൻ്റെ തെർക്കീബ് ചോദിച്ച്. മലക്കുകളുടെ തെർക്കീബിനെ അവരിതാ ഓദിക്കണോ? ഇല്ല, അവരങ്ങനെ ഓതിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒന്നും പറയണില്ല. മുങ്കർ നക്കീറിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും അത്. മൽ ഇറാബു എന്ന് തിരിച്ചു ചോദിച്ചു. പിന്നെ അവരൊന്നും ചോദിക്കുന്നില്ല, അവർ തിരിച്ചുപോയി. കശ്ഫിൻ്റെ ഉലമാക്കൾ പറഞ്ഞത് ഇത് 3-4 കിതാബിൽ കാണാം. ഇത് ഷെയ്ഖുന വൈലത്തൂർ ഉസ്താദിൻ്റെ തെൽമീഹുൽ ഫവായിദിലേക്ക് ഉദ്ധരിച്ചും കാണാം. അലമിൻ്റെ ബാബിൽ അള്ളാ എന്ന സ്ഥലത്ത് പറയുന്നത് കാണാം. അലമിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു സീബവഹിതങ്ങളോട്, നിങ്ങൾ നെഹവ് കൊണ്ടാണുള്ള ഖബറിൽ രക്ഷപ്പെട്ടത്. അപ്പോൾ നെഹവിൽ എന്തോ വലിയ രക്ഷയ്ക്ക് പറ്റിയത് നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ബർക്കത്താണല്ലോ. അതെന്താ നിങ്ങൾ ചെയ്തത്? ഞാൻ അങ്ങനൊന്നും ചെയ്തത് ഓർക്കുന്നില്ല. പക്ഷേ ഞാൻ ആറിഫുൽ മആരിഫ് അല്ലാഹ് എന്നാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാരും പറഞ്ഞിട്ടില്ല. ആറഫുൽ മആരിഫ്, മഅരിഫകളിൽ നിന്ന് മനസ്സിൽ അറിഞ്ഞു കിട്ടുന്ന സാധനങ്ങളിൽ ഒന്നാമത്തത് ഏതാണ്? ലമീർ എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഒന്നാമത്തത് അല്ലാഹ്, പിന്നെ ലമീർ, പിന്നെ മറ്റ് അലമുകൾ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇത് സീബവൈഹി മാത്രം പറഞ്ഞാൽ അല്ലാഹ് എന്ന ഇസ്മിനെ ആദരിച്ച പേരിൽ, നഹ്വിൽ അങ്ങനെ ആദരിച്ച പേരിൽ, അതുകൊണ്ടാ മൻ റബ്ബുക് അതിൻ്റെ മറുപടിയാണ് അല്ലാഹ്. പറയണ്ട, ഞാൻ എഴുതി വെച്ചുപോയി എന്നാണ് പറയുന്നത്. അല്ലാഹ് ചെയ്യുന്ന അമൽ ഇഖ്ലാസോട് ചെയ്യുക സഹോദരന്മാരെ. എന്നാൽ അതുകൊണ്ട് രക്ഷപ്പെടും. ഒരു നല്ല അമലുണ്ടായാൽ മതി, ഒരു നല്ല അമലുണ്ടായാൽ മതി രക്ഷപ്പെടാൻ. പക്ഷേ പുഴുക്കുത്തുള്ള അമലല്ലാതെ നമ്മളെ കയ്യിലില്ല. അപ്പോൾ അതാണ് ഇബ്നു ഖശാബ് നഹ്വി ഇവിടെ പറഞ്ഞത്, ഞാൻ സീബവൈഹിയാക്കും. 4 മാസമാണ് സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനിൻ്റെ ഞാൻ നിന്നപ്പോഴേക്കൊന്നും. അതുവരെ കൊല്ലങ്ങളോളം പഠിച്ചതിൻ്റെ അപ്പുറം ഞാൻ എത്തുകയും നഹ്വിൽ ഞാൻ ഒരു വല്ലാത്ത കഴിവുള്ളവനായി മാറുകയും ചെയ്തു. നമുക്ക് തോന്നുന്നുണ്ടോ ജീലാനി തങ്ങൾ ദിക്റുകൾ ചൊല്ലി അങ്ങനെ ഇരുന്ന ഒരാളാണെന്ന്? മനസ്സിലാക്കരുത്. എല്ലാ ഫന്നുകളും പഠിക്കുകയും ദർസ് നടത്തുകയും ചെയ്ത ആളാണ്. അങ്ങനെ ദർസ് നടത്തി ഇബ്നു ഖുദാമയൊക്കെ വളർത്തിയെടുത്തതാ ബഹുമാനപ്പെട്ടവർ. അതാ. അപ്പോൾ അവരുടെ അറിവ് ചില്ലറയല്ല. ഇസ്മി എന്ന് നമ്മൾ പറയുമ്പോൾ വസ്മി എന്നാ പറയേണ്ടത് പെട്ടെന്നുള്ള പഠനത്തിൽ. എന്നാൽ വസിലിൻ്റെ ഹംസയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഏരിയയിൽ കാണാം. ഖസീദക്ക് വേണ്ടി, കവിതകൾക്ക് വേണ്ടി വസിലിൻ്റെ ഹംസയെ ഖത്ത് ആക്കാം. അതാണ് വൈസ്മി ഇസ്മു ഖൈറിൽ അംബിയാഇ. ഖൈറുൽ അംബിയാ, അംബിയാക്കളിൽ അത്യുന്നതരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ പേരാണ് എൻ്റെ പേര്. ഇതിനെ വഹാബികൾ പരിഹസിക്കാറുണ്ട്. ജീലാനി തങ്ങളെ പേര് മുഹമ്മദ് നബിൻ്റെ പേരാണോ, മുഹമ്മദ് എന്നാണോ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അതിന് ചിലർ മറുപടിയും പറയും. എന്താ? ജീലാനി തങ്ങളെ പേര് അബ്ദുൽ ഖാദറാണ്, മുത്തുനബിൻ്റെ പേരിൽ അബ്ദുൽ ഖാദർ ഉണ്ടെന്ന് സ്വാവിയിലുണ്ട്. അങ്ങനെയൊന്നും പറയല്ല സഹോദര. അതല്ല ആ പറയുന്ന ആശയം. സൂഫിയാക്കളെ രംഗത്തൊരു പേരുണ്ട്, ഓരോരുത്തർക്കും ഒരു പേരുണ്ട്. നമ്മൾ സൂഫിയാക്കളും അല്ല, ഒന്നുമല്ല, ഒരു ആക്കളും അല്ല, എന്തോ ആക്കളാണ് നമ്മൾ. നമ്മളെ പറ്റിയല്ല പറയുന്നത്. സൂഫിയാക്കളിൽ സ്റ്റേജ് വിലായത്ത് കിട്ടിയവർക്കൊക്കെ ഓരോ പേരുണ്ട്. ഏത്? സൂഫി രംഗത്തൊരു പേരുണ്ട്. ഔലിയാക്കളിടയിൽ ചിലർ അബ്ദുസ്സലാം, സലാം എന്ന ഇസ്മിൻ്റെ തജല്ലി ലഭിച്ച ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം. 99 ഇസ്മുകൾക്കും തജല്ലിയുണ്ട്. ആ പേരുകളിൽ അവർക്ക് എന്ത് തജല്ലിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ പേരിലേക്ക് ചേർത്ത് ഉബൂദിയത്ത് അവരിലേക്ക് ചേർക്കപ്പെടും. അതാണ് അയാൾ അബ്ദുസ്സലാം എന്ന സ്റ്റേജുകാരനാണ്, അയാൾ അബ്ദുറഹ്മാൻ എന്ന സ്റ്റേജുകാരനാണ്. ഉമ്മയും ബാപ്പിയുടെ പേര് അതല്ല. ഇതാണ് ആ പറയുന്നത്. എൻ്റെ പേര് മുത്തു റസൂലുള്ളാഹിൻ്റെ പേരാണ്. മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ഇസ്മിയായ തജല്ലിയുടെ പേരേതാ? അബ്ദുല്ലാ. ഇതെൻ്റെ വക പറഞ്ഞതല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് അബ്ദുല്ല, ഏറ്റവും വലിയ പേര് അബ്ദുല്ലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് കാണാം, ഇന്ന അഫ്ളലൽ അസ്മാഇ അബ്ദ നിറച്ചു.
വർദാം സുഹ്റവർദിയെ തന്നവരെ, നെഞ്ചിൽ തടകി പ്രപഞ്ചമിൽ മുകൾ മൊഞ്ചിൽ നൽകിയവരെ. ജീലാനി തങ്ങളെ പറ്റി ഞാൻ ഉണ്ടാക്കിയ പാട്ട. അതിലിങ്ങനെ ഈ കാര്യം പറയുന്നു. സൂറവർദിയെ നമുക്ക് നൽകിയത് ജീലാനിയാണ്. നെഞ്ചിലൊരു തടകല. ലോകത്തുള്ള രഹസ്യ ഇൽമുകൾ മുഴുവനും ഫത്ഹായിപ്പോയി. ഇതിലേക്ക് ഇങ്ങനെ ഇത് ഈ മൈക്കിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്ത്, ഇതിനെവിടൊക്കെ കേടുണ്ട്, എവിടൊക്കെ വിഷയങ്ങളുണ്ട്, ഫുൾ അറിയും. ഇതിൻ്റെ കമ്പനിക്കറിയാത്തത് വരെ അറിയും. അങ്ങനത്തെ ആളുകൾക്ക് അവാലിമിൻ്റെ മുഴുവൻ രഹസ്യങ്ങളിലേക്ക് കണ്ണു കൊടുക്കുക. അത് ജീലാനി അങ്ങ് കൊടുത്തു. അപ്പോൾ ജീലാനിയുടെ അറിവിൻ്റെ അവസ്ഥ എന്താ? സുബ്ഹാനല്ലാഹ്. ഇതാണ് അവരുടെ ഹാലുകൾ. അത് തുഅസ്സിറു ഫിൽ ഹശായി, മനസ്സിലങ്ങ് തട്ടുമത്. ഒരു സംഭവമൊന്നുമല്ല, കുറേയുണ്ട്. ജീലാനി തങ്ങളെപ്പോലെ സ്ഥാനത്തെത്തിയ ആളാരാണല്ലോ. ആ ഒറ്റ നോട്ടം കൊണ്ട് ഖൽബങ്ങ് നന്നായിപ്പോ. കുപ്പി ആകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ ഖൽബാകാമെന്നോവർ. ഒരാളെ കൽബിലെ ആശയങ്ങൾ അറിയുന്നത് അപകടമാണ്. ഒരാളെ ഔറത്ത് അറിയലാണത് പാടില്ല, നഷ്ട. ഞാനിപ്പോൾ നിങ്ങളെ കൽബ് കാണുകയാണെങ്കിൽ, എൻ്റെ കൽബ് നിങ്ങൾ കാണുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോശങ്ങൾ നല്ല കാണും. ഒരാളെ മോശം നോക്കി കാണൽ അത് അപകടമാണ്. ഒരാൾ ഐബറിയൽ ഗുണമില്ല. പിന്നെന്താ? നിപുണനായ നല്ലൊരു ആത്മീയ ഡോക്ടറെ കൊണ്ട് നിന്റെ ഹൃദയം നീ ചികിത്സിച്ചോ. ത്വാലിബൻ തൂബ, നീ സ്റ്റേജിനെ അള്ളാഹുവിൻ്റെ അരികിൽ കബൂൽ പ്രതീക്ഷിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ ആ ത്വബീബാണ് സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി. അവർ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിഞ്ഞാലേ ചികിത്സിക്കാൻ കഴിയും. അപ്പോൾ ചികിത്സിക്കുന്ന ആളാകുന്ന എനിക്ക് മുഴുവൻ അറിവുകളും രോഗങ്ങളും എനിക്ക് അള്ളാഹു കാണിച്ചു തന്നിരിക്കുന്നു എന്നാണ് ആ പറയുന്നത്. അല്ലാതെ മറ്റൊരാളായി പറഞ്ഞു എന്നല്ല. അതിനാഗ്രഹിക്കുന്നവരെല്ലാവർ അവരതിന് നിൽക്കുകയുമില്ല. സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ആ ഹാലുകൾ കൽബിൽ തഅ്തീർ ചെയ്യും. അള്ളാഹു അവിടുത്തെ മദദ് നമുക്ക് നൽകട്ടെ. അള്ളാഹു അവിടുത്തെ മദദ് നമുക്ക് നൽകട്ടെ. ഇത്തരം മജ്ലിസുകളിൽ നാം പങ്കെടുക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ കയ്യിൽ നമ്മൾ ആയി കിട്ടണം, അവിടുത്തെ ഒരു മുരീദായി കിട്ടണം. മുരീദി തമസ്സകി ബി വകുംബി വാസിഖാ ലഅഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. മുരീദേ, എന്നെ നീ പിടിച്ചോ. തമസ്സക് ബി വകുംബി വാസിഖ, മുറുകെ പിടിച്ചോ. ലഅഹ്മീക ഫിദ്ദുനിയാ, നിന്നെ ഞാൻ ദുനിയാവിൽ രക്ഷിക്കും. വയൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിലും. ലഅഹ്മീക. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അനാരി മുരീദി ഷാഫി വഇൻദ റബ്ബിഹി വഉൻജീഹി മിൻ ശർരിൽ ഉമൂരി വബൽവതി. അനൽ മുരീദി ഷാഫി ഇൻദ റബ്ബി, അള്ളാഹുവിൻ്റെ അരികിലെത്തുമ്പോൾ എൻ്റെ മുരീദിന് ഞാൻ ശഫാഅത്ത് ചെയ്യും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് പെടുത്തി തരുമാറാകട്ടെ. വഉൻജീഹി, അവനെ ഞാൻ രക്ഷിക്കും. മിൻ ശർരിൽ ഉമൂരി വബൽവ, എല്ലാ ഷർറിൽ നിന്നും എല്ലാ ബലായിൽ നിന്നും രക്ഷിക്കും. വകുൻ യാ മുരീദി ഹാഫിളൻ ലിഉഹൂദിനാ ലഅഹ്ളൂറു ലിൽ മീസാനി വഖ്തൽ വഖീഅതി. ഞാൻ നിന്നോട് ഉപദേശിച്ച ഉപദേശങ്ങൾ നീ ഉൾക്കൊണ്ട് ജീവിക്കണം. ഹാഫിളൻ ലിഉഹൂദിനാ. ജീലാനി തങ്ങളുടെ ഉപദേശങ്ങൾ എവിടെ നിന്ന് കിട്ടും? ഖാദിരി ത്വരീഖത്തിൻ്റെ ഹാലുകൾ ഏത് കിതാബിൽ നിന്ന് കിട്ടും? ഫുതൂഹുൽ ഗൈബ്, ഫതുഹുർ റബ്ബാനി, സിറുൽ അസ്റാർ, ഗുന്യത്തു ത്വാലിബീൻ ഹഖ്. ചുരുങ്ങിയത് പറഞ്ഞതാ ഞാൻ. ഇതെങ്കിലും നാം മുതാല ചെയ്യണം. അതിൽ അവിടുത്തെ ഉഹൂദ് മനസ്സിലാക്കാം. ആ ഉഹൂദ് അനുസരിച്ച് നീങ്ങിയാൽ ലഅഹ്ളൂറു ലിൽ മീസാനി വഖ്തൽ വഖീഅതി. ഒരു മനുഷ്യൻ്റെ ഏറ്റവും കാല് വിറക്കുന്ന ഘട്ടം ഏതാണ്? അവൻ്റെ അമലുകൾ മീസാനിൽ തൂക്കുന്ന ഘട്ടമാണ്. കല്ലും നെല്ലും തിരിയുന്ന ടൈമാണത്. തെറ്റുകളും കുറ്റങ്ങളും ഒരു തട്ടിലും നന്മ ഒരു തട്ടിലും വെച്ചിട്ട് തൂക്കുന്ന ആ ഘട്ടം പോലെ വിറക്കുന്ന ഘട്ടം വേറെയില്ല. പരിഹാരമില്ലാത്ത ഘട്ടം. ആ ടൈമിൽ അമലുകൾക്ക് ഭാരം വേണം. തിന്മകളുടെ ഭാരം കുറഞ്ഞിട്ട് അങ്ങനെ നന്മയുടെ ഭാരം കൂടി കിട്ടണം. അതിന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളാണ് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി. വില എന്ന് പറയുന്നത് അതാണല്ലോ, ഒരു സാധനത്തിൻ്റെ വില. അവരുടെ ശഫാഅത്താണ് അതിൻ്റെ വില. ഞാൻ നിൻ്റെ മീസാനിൻ്റെ അരികിലുണ്ടാകും. അള്ളാഹു
നമ്മുടെ ഭയാനകമായ ആഖിറഘട്ടങ്ങളിലൊക്കെ നാം വല്ലാതെ സ്നേഹിക്കുന്ന സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ പോലുള്ളവരുടെ മദദ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഓലൊക്കെ കൂടുന്നതിൻ്റെ പിന്നിലും കൂടാൻ അള്ളാഹു ആഖിറത്തിൽ അവരെ നോക്കിക്കൊണ്ട് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഈ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും അവിടുത്തെ മദദ് അള്ളാഹു നൽകട്ടെ. നമുക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇവിടെ പങ്കെടുത്തിട്ട് എന്തെങ്കിലും ഹദിയകളോ എന്തെങ്കിലും മറ്റ് നേട്ടങ്ങളോ നമുക്കില്ല. ഇതിലേക്ക് വന്നത് ജീലാനി പാപ്പൻ്റെ ദായിറയിലുള്ള ഒരു മോനാകണം, ഒരു മുരീദാകണം. അങ്ങനെ എല്ലാതെ ലക്ഷ്യം വെച്ച് വന്നവരുണ്ടെങ്കിൽ അവർക്ക് പോകലായിരിക്കും നല്ലത്. നഷ്ടമാണ്, ലാഭമില്ല. ഈ ഉറക്കൊഴിക്കലോണ്ട് ഒരു കാര്യവുമില്ല. ലാ യമൂത്ത് മുരീദി ഇല്ല അലാ തൗബ. എൻ്റെ മുരീദ് തൗബ ചെയ്യാതെ മരിക്കൂല. അള്ളാഹുവെ ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അള്ളാഹ്. നീ പേടിക്കേണ്ട മുരീദേ, നീ ഒന്നും പേടിക്കണ്ട. പല സ്ഥലത്തും പല ട്യൂണിലും പല ശൈലിയിലും സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞത് ഇഷ്ടം പോലെ കാണാം. മുരീദി ലാ യുളാമു ലഹും ജലീസ് വലാ യഖ്ശൽ ജലീസ് വലാ യുബാലി. അള്ളാഹു ജീലാനി നിങ്ങളുടെ മദദ് നമുക്ക് നൽകട്ടെ. ഇനി അങ്ങനെ പറഞ്ഞാൽ നീണ്ടുപോകല്ല. നമ്മളത് ആരും ആഗ്രഹിക്കുന്നില്ല. ആദ്യം വലിയ പിരിയണം. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് പെട്ടെന്ന് പിരിയണമെന്ന കമ്മിറ്റിയുടെ തീരുമാനം തന്നെ. ഇൻഷാ അല്ലാഹ് തബറുക്കിന് വേണ്ടി പറഞ്ഞതാണ്. ജീലാനി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ ഈ മജ്ലിസ് അവരൊരു കുരുത്തല്ലാതായി പോകുന്നു പേടിച്ചിട്ട്. നേതൃത്വം കൊടുക്കുന്നവരൊരു കടമയും കൂടാണല്ലോ അത്. ഷെയ്ഖുന വൈലത്തൂർ ഉസ്താദായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തിരുന്നത്. ആ ഉസ്താദ് പലപ്പോഴും പല മജ്ലിസുകളിലും നിർബന്ധിച്ച് എന്നെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഉസ്താദാണ് ഇതിൻ്റെ ആൾ. അള്ളാഹു ഉസ്താദിൻ്റെ മദദ് നമുക്ക് നൽകട്ടെ. ഉസ്താദിൻ്റെ മുമ്പ് അവിടുത്തെ അമ്മോശൻ അബ്ദുലേര് ഇവിടെ പറഞ്ഞല്ലോ, വലിയ മഹാനാണ്. അവരുടെ ഉപ്പ എന്താണ് മമ്മൂട്ടിയിലേര് അല്ലേ, മമ്മൂട്ടിയിലേര് പാപ്പ. അവരുടെ ഷെയ്ഖാണ് വടക്കൻ പോക്കുരേര് പാപ്പ. അള്ളാഹു അലക്ക മദദ് നമുക്ക് നൽകട്ടെ. പൊക്കുരേര് പാപ്പ ഇവിടെ എടക്കുളത്താണ് ഓരോ ഖബറുള്ളത്. വടക്ക് എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഭാഗത്താണ് അവരുടെ അസിൽ. ഖദരി ത്വരീഖത്തിൻ്റെ ഹഖീഖത്തുള്ള വഹദത്തുൽ വജൂദൊക്കെ വല്ലാതെ അറിയുന്ന ആളാണെന്ന് നമുക്ക് ഈ റാത്തീബ് നോക്കിയാൽ മനസ്സിലാക്കാം. റാത്തീബിൻ്റെ എ തൊട്ട് സെഡ് വരെയൊക്കെ ഒന്ന് നോക്കണം. നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഭാഗങ്ങളിൽ ആ പോക്കലേര് പാപ്പാനെ നമുക്ക് ആരാണെന്ന് വായിച്ചെടുക്കാൻ കഴിയും. അത് കുറേ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ഇബാറകളാണ് അതിലുള്ളത്. അതോടുകൂടെ ഇഷ്ടം പോലെ ജീലാനി ഖസീദകൾ, ഇഷ്ടം പോലെ ജീലാനി ദിക്റുകൾ ഒക്കെ അതിലുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മൾക്ക് കഴിയുന്ന പരമാവധിയൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലവർക്ക് തൂങ്ങാതിരിക്കലാണ് ഏറ്റവും. ജീലാനി പാപ്പാൻ്റെ പ്രശ്നം തന്നെ, നീ എന്ത് ചെയ്യുമ്പോൾ എന്നെ വിളിക്കുമ്പോഴൊക്കെ സൊറുമല്ലേ ഓഫുവത്തി, നീ ഉറങ്ങി തൂക്കലൊക്കെ ഒഴിവാക്കാൻ കേട്ടോ എന്ന് മൂപ്പരൊരു ഉപദേശമുണ്ട്. അപ്പം നമുക്ക് പേടിയാകുന്നുണ്ട്. ഉറങ്ങി തൂങ്ങിയാണ്ട് മൂപ്പര സാസിലിരുന്നാൽ പിന്നെ ഇപ്പം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് പങ്കെടുക്കുക. അവിടുത്തെ മുരീദാകണം, അവിടുത്തെ മദദിൽ മരിക്കണം. ഈമാൻ തെറ്റി മരിക്കൂലല്ലോ അവിടുത്തെ മുരീദന്മാർ. ഈ ലക്ഷ്യത്തിലൊക്കെ ഇരുന്ന് മനസ്സുകൊണ്ടൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് നാവുകൊണ്ടൊക്കെ ദിക്റും ചൊല്ലി അങ്ങനെയൊക്കെ ഇരിക്കുക. അള്ളാഹു തആല ഖബൂലാക്കി തരുമാറാകട്ടെ, സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട ബാവുട്ടിയോലേര് ക്ഷീണാണെന്നൊക്കെ പറഞ്ഞു, എനിക്ക് പേടി ഞാൻ ഈ കൊല്ലം മൂപ്പര് വരൂലേ. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു അവർക്കും നമുക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. പിന്നെ ഇവിടുത്തെ മുദരീസുണ്ട്, പിന്നെ ഇവിടുത്തെ ഇതിൻ്റെയൊക്കെ ആളുകളായി ഇതിൻ്റെ ആളുകൾ, പിന്നെ മിരിമൂലേര് നമുക്ക് ഇതിൻ്റെ ആളെന്നെ. ഞാനിതിൻ്റെ പിന്നിലുള്ളൊരു മനുഷ്യനാണ്. ഞാനീ ചെറുതാണ്, അവരൊക്കെ ഉള്ള നോക്കിയിട്ട് ചെറുതാണ്. അപ്പോൾ ഏതായാലും ചെറുതായാലും വലുതായാലും ജീലാനി പാപ്പ നമുക്കൊക്കെ കൈ തരുമാറാകട്ടെ. അവിടുത്തെ മദദ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ഈ മജ്ലിസ് കബൂലാക്കട്ടെ. ഇതിലേക്ക് പല നേർച്ചകളും കൊടുത്തവർ, ഉദ്ദേശ സാഫല്യങ്ങൾ പറഞ്ഞവർ എല്ലാം അള്ളാഹു തആല അവർക്കും എല്ലാവർക്കും നമുക്കും ഫത്ഹാക്കി തരുമാറാകട്ടെ. ഇത് നേര് കണ്ടിരിക്കുന്നവരും അതിൽ പങ്കെടുക്കുന്നവരെല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ പ്രവർത്തകർക്ക് അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി.